ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അതിനു മുന്നേ നമുക്ക് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാൻ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് സൂര്യോദയമൊക്കെ കണ്ടിട്ട് റോഡിലത്തെ വിശേഷങ്ങളും എല്ലാം നോക്കി കുറച്ച് നേരം നമുക്ക് ബാൽക്കണിയിൽ നിൽക്കാം. ഇത് ഞാൻ ഏലക്കായൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ കട്ടൻ കാപ്പി കേട്ടോ. ഇത് കണ്ടോ, ചെടിയിൽ ഇലകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വാടിപ്പോകുന്നത്. ഇതൊക്കെ അപ്പം തന്നെ മാറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ള ഇലകളും കൂടെ ഇതുപോലെ വാടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നീറ്റാക്കി കൊടുക്കണം. ചെടികൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവും. ഇനി നമുക്ക് വേഗം കിച്ചണിലേക്ക് പോവാം. നിച്ചൂട്ടിക്ക് 7:30 ആകുമ്പോഴത്തേക്ക് അവളുടെ വാൻ വരും. അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നെയ്പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇത് പുട്ടുപൊടിയാണ് കേട്ടോ. നെയ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ജീരകമുണ്ട്, ചെറിയുള്ളി, ചോറ്, തേങ്ങ. ഇനി നമുക്ക് ഈ സാധനങ്ങൾ 4 കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരയരുത്. ഞാൻ കാണിച്ചു തരാം ഏത് രീതിയിലാണെന്ന്. പിന്നെ ഞാനൊരു സൈഡിൽ മുട്ടക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ തേങ്ങ വറുത്തരച്ച് വെക്കില്ലേ, ആ മുട്ടക്കറിയാണ്. ഈ രീതിയിൽ വേണം നമ്മളത് അരച്ചെടുക്കാൻ. ഒരുപാട് അങ്ങോട്ട് അരയരുത്. ഇനി നമുക്കിത് ചൂടുവെള്ളത്തിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഈ ഒരു രീതിയിൽ വേണം നെയ്പത്തിരിയുടെ മാവ് റെഡിയാക്കാൻ. ഇനി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇതുപോലെ പൊങ്ങി വരും. ഇനി നമുക്കിത് ടിഫിൻ ബോക്സിലേക്ക് മാറ്റിയിടും. ഇത് കണ്ടോ, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുണ്ടാവും നെയ്പത്തിരി. ഇത് കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ഭംഗിയില്ലേ, ലോട്ടസ് പോലെ ഇല്ലേ. ഇത് നിച്ചൂട്ടിക്ക് ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചതാ. നല്ല ഭംഗിയില്ലേ കാണാൻ, ലോട്ടസ് പോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.